ഗാനമേളകൾ അരങ്ങുവാണ കാലത്ത് സംഗീതവേദികളുടെ പ്രിയ ഗായകനായിരുന്നു മണക്കാട് രാജൻ. ഉത്സവപ്പറമ്പുകൾ, കലാസമിതി വാർഷികങ്ങൾ, സ്കൂൾ കലോത്സവത്തിലെ നൃത്തവേദികൾ, ആഘോഷപൂർണമായ കല്യാണ വീടുകൾ തുടങ്ങി ആ കാലഘട്ടം മുഴുവൻ എല്ലാതരം ആസ്വാദകരെയും മണക്കാട് രാജൻ ആവേശിതരാക്കി. കൽപ്പന ശങ്കരാഭരണം സിനിമയിലെ ക്ലാസിക്കൽ ഗാനങ്ങളാണ് ഒരു കാലത്ത് മണക്കാട് രാജനെ ഗാനാസ്വാദകരുടെ ഹരമാക്കിയിരുന്നത്. മലയാളം, തമിഴ്, ഹിന്ദി ഗാനങ്ങളിലൂടെ അരങ്ങുവിട്ട് മറ്റൊരരങ്ങിലേക്ക് പ്രയാണം ചെയ്ത രാജനെ സംഗീതാസ്വാദകർക്ക് മറക്കാനാവില്ല. പ്രിയപ്പെട്ട ഗായകൻ. എൻ്റെ ഓർമ്മയിൽ ഞാൻ കഴിഞ്ഞ 35 വർഷങ്ങളായി ഗാനമേള രംഗത്തുണ്ടെങ്കിലും ഇത്രയും ഘനഗംഭീരമായ ഒരു ശബ്ദത്തിനുടമയെ വളരെ അപൂർവമായിട്ടേ കണ്ടിട്ടുള്ളൂ. ഞാൻ അദ്ദേഹത്തെ കാണുന്നത് എൻ്റെ ചെറുപ്പകാലത്ത് സ്കൂളിൽ UP സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിലാണ്. പിഷാരിക ക്ഷേത്രത്തിൽ വെച്ച് ആദ്യമായിട്ട് രാജേട്ടനെ കാണുന്നത്. അന്ന് അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ ഇതേപോലെ സൗണ്ട് സിസ്റ്റങ്ങളോ ടെക്നിക്സോ ഇല്ലാത്ത കാലഘട്ടത്തിൽ ആ ഗ്രൗണ്ടിലിരിക്കുന്ന എല്ലാവരെയും ഒരേപോലെ ആസ്വദിപ്പിക്കാൻ പറ്റിയ രീതിയിലുള്ള ആലാപന ശൈലി അദ്ദേഹത്തിൻ്റെ മാത്രം കൈമുതലായിരുന്നു ആ കാലഘട്ടത്തിൽ. അത് ആ സ്വതസിദ്ധമായ ശൈലി അദ്ദേഹത്തിൻ്റെ അവസാന കാലത്തെ ഗാനമേളകളിലും ശരിയായ രീതിയിൽ തന്നെയാണ് അദ്ദേഹം ആ ശബ്ദ സൗകുമാര്യം നിലനിർത്തിക്കൊണ്ടിരുന്നത്. ഓർമ്മിക്കപ്പെടേണ്ട ചില കലാകാരന്മാരുടെ കൂട്ടത്തിൽ ഈ പറഞ്ഞതുപോലെ കൊയിലാണ്ടിയുടെ ഒരു സാംസ്കാരിക ചരിത്രം എഴുതപ്പെടുകയാണെങ്കിൽ അതിൽ ഒരിക്കലും മായ്ക്കാൻ കഴിയാത്ത ഒരു പേരാണ് ശ്രീ മണക്കാട് രാജൻ. നിരവധി ഓർമ്മകൾ അദ്ദേഹത്തെ എൻ്റെ കൂടെയും ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെയും ഒരുപാട് പ്രോഗ്രാമുകൾ, ഒരുപാട് വേദികൾ പോയിട്ടുണ്ട്. ശ്രോതാക്കളെ ഇത്രത്തോളം പിടിച്ചിരുത്തപ്പെട്ട ഒരു ഗായകൻ നമ്മുടെ കൊയിലാണ്ടിയിലോ ഈ പ്രാന്തപ്രദേശങ്ങളിലോ ഉണ്ടായിട്ടില്ല എന്നാണ് സത്യം. മണക്കാട് രാജനെ പറ്റി ആലോചിക്കുമ്പോൾ ആദ്യം വരുന്ന ചില പാട്ടുകൾ ഇരുമുടി താങ്കി, ഓളം മാറ്റി മുമ്പേ പോയി, സാമ്യമെന്നൊരു ഉദ്യാനമേ, മാനാഹത്വം, അങ്ങനെ ഒരുപാട് അദ്ദേഹത്തിൻ്റെ ശൈലിയിൽ അദ്ദേഹത്തിന് മാത്രം പാടാൻ പറ്റുന്ന രീതിയിൽ ഒരിക്കലും അനുകരിച്ചല്ല അദ്ദേഹം പാടിയത്. ദാസാർ പാടി വെച്ച ഗാനങ്ങൾ അതേപോലെ അനുകരിച്ചല്ല പാടിയത്. രാജേട്ടൻ്റെ സ്വതസിദ്ധമായ ഒരാൾക്ക് പോലും അദ്ദേഹം സംഗീതം പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ വിശ്വാസമാകാത്ത ഒരു കാലഘട്ടം ഇന്നുമുണ്ട്. എത്രയോ ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട് മണക്കാട്ടിൻ്റെ ഗുരു ആരാണ്. സത്യം പറയാനുള്ള അങ്ങനത്തെ ഒരു സംഭവം ഇല്ല. ഒരു ഗുരു ഇല്ലാതെയാണ് രാജേട്ടൻ സ്വന്തം കേൾവി, അന്നതുപോലെ ടേപ്പ് റെക്കോർഡറുകളോ മൊബൈൽ ഫോണോ ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ സിനിമാ തിയേറ്ററിൽ സിനിമ കണ്ടുകൊണ്ട് മാത്രം പാട്ട് പഠിച്ച് ബൈഹാർട്ട് ചെയ്തൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം. 300-350ഓളം ഗാനങ്ങൾ ബൈഹാർട്ട് ചെയ്തൊരു മനുഷ്യൻ. ഈ ഫീൽഡിൽ വേറെ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എത്രത്തോളം ഗാനങ്ങൾ ബൈഹാർട്ട് ചെയ്തു, ഒരു വരി വള്ളി പുള്ളി ഒരു ചരണം പല്ലവി വിടാതെ ഇത്ര മനോഹരമായി അവതരിപ്പിച്ച മറ്റൊരു ഗായകൻ. എവിടെ പോയാലും അദ്ദേഹത്തിന് ആരാധകന്മാരുണ്ട്, ഏത് നാട്ടിൽ പോയാലും. പ്രത്യേകിച്ച് നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ ഞാൻ പുറത്ത് ഗാനമേളകൾക്ക് പോകുന്ന സമയത്ത് എന്നോട് ചോദിക്കുന്ന കൊയിലാണ്ടിയുടെ പേരാണ് മണക്കാട് രാജൻ, അദ്ദേഹം അവിടെ ഉണ്ടോ എന്ന് എത്രയോ കലാകാരന്മാർ എന്നോട് ചോദിച്ചിട്ടുണ്ട്. എന്തായാലും അദ്ദേഹത്തിൻ്റെ വിയോഗം സാംസ്കാരിക രംഗത്ത് ഒരു തീരാ നഷ്ടം തന്നെയാണ്. ബന്ധനമെന്നത് തടവാണെങ്കിലും ബന്ധുരമാണ് ഓളങ്ങൾ പോലും. നാളെയെ പുണരാൻ മുന്നോട്ടൊഴുകും ഇന്നലെ പിന്നിൽ തേങ്ങിക്കരയും മുന്നോട്ട് ഹൃദയവാഹിനി ഒഴുകും
രാജേട്ടനെ കുറിച്ച് പറയാൻ വെച്ചാല് മണക്കാട് രാജേട്ടൻ തികച്ചും ജനകീയനായ ഗായകനായിരുന്നു. മേൽ കീഴ്സ്ഥായികളിൽ ഉച്ചസ്ഥായിലും കീഴ്സ്ഥായിലും ബേസിലും മധ്യസ്ഥായിലും ഒക്കെ തന്നെ ഘനഗാംഭീര്യമുള്ള ശബ്ദം, ഇടർച്ചയില്ലാത്ത ശബ്ദമായിരുന്നു. എത്ര ടോപ്പിലേക്ക് പാടിയാലും രാജന്റെ ശബ്ദം ഇടറില്ലായിരുന്നു. പലപ്പോഴും മൈക്കില്ലാതെ തന്നെ പാടിയാലും ആ ശബ്ദത്തിന് ആ ഒരു ഗാംഭീര്യം ഉണ്ടായിരുന്നു. അപ്പൊ സൗണ്ട് സിസ്റ്റത്തിന്റെ ഒരു അങ്ങനത്തെ സാങ്കേതികതയുടെ സഹായമില്ലാതെ തന്നെ ശബ്ദത്തിന് സ്വന്തം ഐഡന്റിറ്റി ഉള്ളൊരു മനുഷ്യനായിരുന്നു, ഒരു ഗായകനായിരുന്നു. വളരെ നിർഭാഗ്യം എന്ന് പറയാം, അദ്ദേഹത്തിന്റെ റെക്കോർഡുകൾ ഇല്ല എന്നാണ് എന്റെ അറിവ്. അദ്ദേഹം പാടിയതൊന്നും റെക്കോർഡുകളില്ല. ഇപ്പൊ രാജേട്ടൻ സെലക്ട് ചെയ്യുന്നത് ഇപ്പോഴും സാധാരണ ഗായകർ പാടാൻ മയക്കുന്ന വിഷമമേറിയ പാട്ടുകളായിരുന്നു. അപ്പൊ അതില് തമിഴ് ഗായകരായ വീരമണി, മധുരൈ സോമു ഇവരുടെയൊക്കെ ഗാനങ്ങൾ, എസ് ഗോവിന്ദരാജ് അവരുടെയൊക്കെ ഗാനങ്ങൾ ഉച്ചസ്ഥായിലാണ്. 4 ആയിരിക്കും തിരിച്ച് 5 അതില് പാടിയിട്ട് ഇടർച്ചയില്ലാതെ പാടുന്ന മധുരമലൈ മാമുനിയെ എന്നുള്ള പാട്ടൊക്കെ രാജൻ വളരെ അനായാസമായിട്ട് വേദികളിൽ പാടുകയായിരുന്നു. കൂട്ടത്തിലെ യേശുദാസിന്റെ പാട്ടുകൾ, വിശ്വാസത്തിന്റെ തന്നെ പാട്ടുകൾ, SPBയുടെ പാട്ടുകളും മറ്റു ജയേന്ദ്രൻ തുടങ്ങിയ ആളുകളുടെ പാട്ടുകളൊക്കെ പാടിയിട്ട്, അതും പ്രത്യേകിച്ച് കരോക്കെ സംസ്കാരത്തിന്റെ ഒന്നും ഒരു ആളല്ലായിരുന്നു, ഓർക്കസ്ട്രയോടെ തന്നെ ആണ് പാടിയിട്ട്. അപ്പൊ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാല്, വളരെ ശാസ്ത്രീയമായ സെമി ക്ലാസിക്കൽ ഗാനങ്ങൾ പാടുന്ന രാജേട്ടൻ ശാസ്ത്രീയ സംഗീതം അഭ്യസിച്ചിരുന്നില്ല. പക്ഷെ അതിനെ അഭ്യസിച്ച ആളുകളെക്കാൾ കൂടുതൽ മനോഹരമായിട്ട് ഇത് പാടുമായിരുന്നു. രാജന്റെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്, അയാൾ പാടി തുടങ്ങുന്ന കാലഘട്ടം ഈ ടൈപ്പ് റെക്കോർഡറുകൾ പോയിട്ട് റേഡിയോ തന്നെ വീടുകളിലൊന്നും എത്താത്തൊരു കാലമായിരുന്നു. അന്ന് പാട്ട് കേൾക്കണമെങ്കിൽ രാജേട്ടൻ തന്നെ നമ്മളോട് നേരിട്ട് പറഞ്ഞൊരു ഇതാണ്, വിക്ടറി ടാക്കീസിലെ മാറ്റിനി സിനിമ ഫസ്റ്റ് ഷോ, ഇത് രണ്ടും ടിക്കറ്റ് എടുക്കാതെ പുറത്തിരുന്നിട്ട് ആ പാട്ടുകൾ അവിടെ ഇരുന്നിട്ട് കേട്ട് പഠിച്ചിട്ടാണ് പിന്നീട് ഗാനമേളകൾക്കൊക്കെ പാടിയത്. പിന്നെ നാടകങ്ങൾക്കും ഡാൻസുകൾക്കും ഒക്കെ പാടിയിട്ടുണ്ട്. പിന്നെ വേണു പൂക്കാടിന്റെ ഓർമ്മയ്ക്ക് ഏർപ്പെടുത്തിയ ഒരു പുരസ്കാരം, ആദ്യത്തെ ജനകീയ ഗായക പുരസ്കാരം ഈ കഴിഞ്ഞ വർഷം മണക്കാട് രാജേട്ടന് ലഭിച്ചു. നല്ല സംഗീത സംവിധായകനുള്ള അവാർഡ് ബിജിപാലിനും കിട്ടിയപ്പോൾ രാജേട്ടനും കിട്ടി. അന്ന് ആ വേദിയിൽ വെച്ച് രാജേട്ടന് ഈ ആവശ്യമായ അവസ്ഥയിൽ പോലും പെട്ടെന്ന് ഒരു പഴയ ഗാനം ഓർമ്മയിൽ നിന്ന് എടുത്ത് പാടി. അന്ന് എല്ലാവരും അത്ഭുത സ്തബ്ധരായി പോയിരുന്നു. വേദിയിൽ വെച്ചിട്ട് നേരെ നിൽക്കാൻ വയ്യാത്തൊരവസ്ഥയിലാണ് വേദിയിലേക്ക് കൊണ്ടുവന്നത്. പക്ഷെ രാജേട്ടൻ മൈക്ക് കിട്ടിയ സമയത്ത് രാജേട്ടനിൽ ആ എനർജി അങ്ങോട്ട് വരികയും രാജേട്ടൻ ഓഡിയൻസിനെ ആ ഓഡിറ്റോറിയം പ്രകമ്പനം കൊള്ളിക്കുന്ന രീതിയിൽ പാടുകയും ചെയ്തു. അത് രാജേട്ടന്റെ എപ്പോഴും ഉള്ളൊരു രീതി തന്നെയായിരുന്നു. നമ്മൾ രാജേട്ടനെ കാണുമ്പോൾ രാജേട്ടൻ വളരെ സൈലന്റ് ആയിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇരിക്കുന്നുണ്ടാവും. ആ മൈക്കിന്റെ മുന്നിലെത്തുമ്പോൾ രാജേട്ടന് വരാവുന്ന എനർജി, ഓളം മാറ്റി എന്നുള്ള പാട്ടൊക്കെ ഉച്ചസ്ഥായിലാണ്, ഒരു ഇടർച്ചയില്ലാതെ പാടും, ശ്രുതി ശുദ്ധമായിട്ട് പാടും. ഞാനായിട്ട് ആദ്യമായിട്ട് കാണുന്നത്, എന്റെ നാടക കമ്പം കൊണ്ട് ഞാൻ ചെങ്ങോട്ടാവ് സൈമയില് അമ്പ എന്നുള്ള നാടകത്തിൽ ഒരു റോൾ ചെയ്യാൻ വേണ്ടി പോയപ്പോഴാണ്. അന്ന് അവിടെ 2 ദിവസം മുന്നേ പറയുന്നുണ്ട് പാടാൻ വേണ്ടിയിട്ട് മണക്കാട് രാജൻ വരുന്നുണ്ട്. അപ്പൊ രാജേട്ടൻ അന്ന് വളരെ യങ് ആണ്. തരങ്കിണിയിൽ ഒരു ചാൻസ് ഒക്കെ കിട്ടി നിൽക്കുന്ന സമയമായിരുന്നു, യേശുദാസിന്റെ തരങ്കിണി സ്റ്റുഡിയോയിൽ. അത് പിന്നീട് അയാൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റിയില്ല. അപ്പം മണക്കാട് രാജേട്ടനെ അന്നാണ് കാണുന്നത്. അന്ന് കാവുംവട്ടം വാസുദേവ മാഷ് ട്യൂൺ ചെയ്ത അത്ഭുതമേ നിൻ ശക്തി ദേവ എന്നുള്ളൊരു പാട്ടുണ്ടായിരുന്നു. അത് വളരെ മനോഹരമായി പാടി, മാത്രമല്ല ലൈവായിട്ട് എല്ലാ സ്റ്റേജിലും പാടിയിരുന്നു അന്നത്. അപ്പൊ എന്റെ ഒരു നല്ല സുഹൃത്ത് ആയിരുന്നു രാജേട്ടൻ. രാജേട്ടന്റെ വിയോഗം നമുക്ക് വളരെ നഷ്ടമാണ്. വേണ്ടത്ര അംഗീകാരങ്ങളൊന്നും കിട്ടിയില്ല. കഴിഞ്ഞ വർഷത്തെ നമ്മൾ പറഞ്ഞ ആ ജനകീയ ഗായകൻ എന്നുള്ള പുരസ്കാരം മാത്രമാണ് ലഭിച്ചത്. കൂടാതെ പല ഗായകരോടും ഒക്കെ നമ്മൾക്ക് മരണശേഷം നമ്മൾ പറയുന്നുണ്ടെങ്കിലും ജീവിച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ അദ്ദേഹം വളരെയധികം പാടാൻ കഴിവുള്ള സമയത്ത് അയാളുടെ റെക്കോർഡുകളൊന്നും സൂക്ഷിക്കാൻ നമ്മൾക്ക് കഴിഞ്ഞില്ല എന്നുള്ളൊരു വിഷമമുണ്ട്. വിലപിക്കയാണെന്റെ മാനസം ആരാരോ 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 ആരിരാരോ കഥയറിയാതെ കടലറിയാതെ വലയ
വാൽമീകിയാണു നീ എങ്കിലും വിലപിക്കയാണെന്റെ മാനസം ആരാരോ 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 ആരിരാരോ ജീവിതമെന്നൊരു കൂക്കുപാലം ജീവികൾ നാമെല്ലാം സഞ്ചാരികൾ അക്കരയ്ക്കെത്താൻ ഞാൻ ബുദ്ധിമുട്ടുമ്പോൾ ഇക്കര നീയും വന്നോ